സമൂഹ മാധ്യമങ്ങളിൽ ടിറ്റോ ആന്റണി മേച്ചേരി പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പ് കണ്ടപ്പോൾ അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാർ ജോസഫ് മാർ പാംബ്ലാനിക്ക് എഴുതിയ തുറന്ന കത്തെന്നും പറഞ്ഞാണ് ആ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. വിഷയം മറ്റൊന്നുമല്ല, ഭൂനികുതി വർധനമാണ്. സംസ്ഥാന സർക്കാർ ഭൂനികുതി 50 രൂപയിൽ നിന്നും 75 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചു. അപ്പോൾ അങ്ങയുടെ വിമർശനവും ആത്മരോഷവും കണ്ട് അത്ഭുതം കൊണ്ട് ഞെട്ടിത്തിരിച്ചിരുന്നു പോയ മലയോര കർഷകരെ എനിക്കറിയാമെന്നാണ് ടിറ്റോ പറയുന്നത് ആ കുറിപ്പില്. പ്രിയപ്പെട്ട പിതാവേ, അങ്ങേക്ക് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കുർബാനയുടെയും മറ്റു കൂതാശകളുടെയും പുതുക്കി നിശ്ചയിച്ച ഒരു സർക്കുലർ ഓർമ്മയുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. സംസ്ഥാന സർക്കാർ ഇപ്പോൾ വരുത്തിയ ഭൂനികുതി പരിഷ്കരണത്തിനേക്കാളും അധികമായിരുന്നു ഒരു കുർബാനയുടെ ഫീസിൽ ഉണ്ടായ വർധനവ്. അതുമാത്രമല്ല, വിവിധ ആഘോഷപരമായി കുർബാനകൾക്ക് ലക്ഷറി ഫീസും ഏർപ്പെടുത്തിയിരുന്നു. അന്നൊന്നും പാവപ്പെട്ട കർഷക കുഞ്ഞാടുകൾക്ക് വേണ്ടി ഉയരാത്ത ശബ്ദം ഇന്ന് 25 രൂപയുടെ വർധനവ് ഒരു വർഷത്തേക്ക് ഭൂനികുതി ഉണ്ടായപ്പോൾ കടുത്ത വിമർശനം ഉന്നയിക്കുന്നത് ഏതുതരം രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ടാണെന്ന് നല്ല ബോധ്യം കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടത്രേ. പ്രിയപ്പെട്ട പിതാവേ, പറഞ്ഞു തുടങ്ങിയാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. പാവപ്പെട്ട കർഷകരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ഒക്കെ അപ്പോസ്തലനായി മാറുന്ന പാംബ്ലാനി പിതാവ് സഭയുടെ എത്ര സ്ഥാപനങ്ങളിൽ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ഫീസിൽ പഠിക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ മുൻകൈ എടുത്തിട്ടുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. കുർബാന ചൊല്ലുമ്പോൾ ആലോചിക്കണ്ട, വെറുതെ ഇരിക്കുമ്പോൾ ആലോചിച്ചാൽ മതി. ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിൽ എത്ര ആശുപത്രികളിലാണ് കുറഞ്ഞ വേതനത്തിൽ മാലാഖമാരെന്ന ഓമന പേരിട്ട് സൗജന്യ സേവനമാണ് ഇവർ നൽകേണ്ടതെന്ന ധാരണ വരുത്തിക്കൊണ്ട് പാവപ്പെട്ട നഴ്സുമാരെ പീഡിപ്പിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നഴ്സുമാർ കേരള കത്തോലിക്ക സഭയിൽപ്പെട്ട പെൺകുട്ടികളായിരിക്കാം. എന്നിട്ട് കൂടി അവർ ജീവിക്കാനുള്ള അവകാശത്തിനായി സ്വല്പം വേതന വർധനവിനായി സമരം നടത്തിയപ്പോൾ ഒരു പ്രസ്താവന പോയിട്ട് ഒരു ഫേസ്ബുക്ക് കമന്റ് കൊണ്ട് പോലും അവരെ പിന്തുണയ്ക്കുവാൻ അങ്ങയുടെ ധാർമ്മിക രോഷം അന്ന് അനുവദിച്ചിരുന്നില്ല. ഇന്നും അത് അനുവദിക്കാറില്ല. അങ്ങയുടെ ധാർമ്മിക രോഷം ഇങ്ങനെ വളരെ സെലക്റ്റീവായ വിഷയങ്ങളിൽ മാത്രം, പ്രത്യേകിച്ച് സർക്കാരിനെതിരെയാകുമ്പോൾ ഒന്നുകൂടി ഉച്ചത്തിൽ ഉയരുന്നതിൽ അല്പം രാഷ്ട്രീയമില്ലേ എന്നൊരു സംശയമുണ്ട്. ഇനിയും പറഞ്ഞാൽ, ഡൊണേഷൻ എന്ന ഓമന പേരിൽ കോഴ മേടിച്ച് നിയമനം നടത്തുന്ന സ്കൂളുകളിലും കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എത്ര കർഷക മക്കൾ സൗജന്യ വിദ്യാഭ്യാസം നേടുന്നുണ്ട് പിതാവേ. ഈ കാര്യത്തിലൊന്നും ഉയരാത്ത അങ്ങയുടെ ധാർമ്മിക രോഷം 50 രൂപ നികുതിയിൽ ഉയർന്നു കണ്ടത് തികച്ചും സംശയകരമാണ്. ഇതുപോലെയുള്ള പിരിവുകളിലും സംഭാവനകളിലും ഒന്നും കാണാതെയും മിണ്ടാതെയും പ്രതികരണശേഷി നഷ്ടപ്പെട്ട അങ്ങയ്ക്ക് സർക്കാർ ഭൂനികുതി 50 രൂപയിൽ നിന്നും 75 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചപ്പോൾ സംസാരശേഷി വീണ്ടും കിട്ടിയതിൽ അതിയായ സന്തോഷം അറിയിക്കുകയാണ്. മൊത്തത്തിൽ പണ്ട് ലേലം സിനിമയിൽ സോമൻ പറഞ്ഞ ഡയലോഗാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. നേരാ തിരുമേനി, അന്ന് തീർന്നതാ ഈ പളുപളുത്ത കുപ്പായത്തോടുള്ള ബഹുമാനം. ഈപ്പച്ചനും ഞാനും ഒരേ ജനിസ, ഞങ്ങൾ രണ്ടും കുറച്ച് ഔട്ട്സ്പോക്കൻ ആണ് തിരുമേനി. ഇത് ടിറ്റോ ആന്റണി മേച്ചേരിയുടെ മാത്രം അഭിപ്രായമല്ല, പാവം കർഷകരുടെ തന്നെ അഭിപ്രായമാണ്. എന്തിനാ തിരുമേനി ഇങ്ങനെ ആവശ്യമില്ലാത്തടത്ത് കൊണ്ട് തല വെച്ചിട്ട് നാറാൻ നിൽക്കുന്നത്? അങ്ങയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒന്നുകിൽ അങ്ങേ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി പരിപാലിക്കുക, അല്ലെങ്കിൽ ആ കുപ്പായം അങ്ങ് ഊരി വെച്ചിട്ട് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുക. അങ്ങേക്ക് രാഷ്ട്രീയം വഴങ്ങും, നല്ലതുപോലെ വഴങ്ങും. അല്ലാതെ 2 വെള്ളത്തിൽ കാലി ചവിട്ടി മൂടിടിച്ച് വീഴല്ലേ, താങ്ങാൻ ആരും കാണില്ല.